എന്താ സാർ ഈ അധികാര സ്ഥാനങ്ങൾ അല്ലെങ്കിൽ സമുദായമാകെ അവഗണിക്കപ്പെടുന്നു എന്നൊക്കെയുള്ള തോന്നലുകളുണ്ടോ ഈ SNDP? അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഞങ്ങള് പാർലമെന്ററി മോഹമൊന്നും ഇല്ലാത്ത ആളുകൾ. പാർലമെന്ററി അല്ല സാറേ, അംഗങ്ങൾക്ക് സമുദായ അംഗങ്ങളൊക്കെ അവഗണിക്കപ്പെടുന്നു എന്നൊക്കെയുള്ള തോന്നലുകളുണ്ടോ? അല്ല, ഞങ്ങൾ അങ്ങനെ അഭിപ്രായം ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ അങ്ങനെ ഇല്ല എന്നില്ല, ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഒരുമിച്ച് നിന്നൊരു ശക്തിയായി മാറണം എന്ന് ചിന്തിക്കുമ്പോൾ, അതൊരു കാലഘട്ടത്തിന്റെ ആവശ്യമായി പറയുമ്പോൾ അത്തരമൊരു ഒന്നിച്ച് നിന്നാലേ കൂടുതൽ. അത് യുദ്ധം ചെയ്യാനൊന്നും അല്ല ഞങ്ങൾ ഒരുമിക്കുന്നത്, അങ്ങനെ വിചാരിച്ചാൽ ചില കാര്യങ്ങളിൽ ഞങ്ങളുടേതായ മൂല്യങ്ങൾ നിലനിർത്തേണ്ടതുണ്ട്. അതുകൊണ്ട് അത് നിലനിർത്തിക്കൊണ്ട് അവരുമായി സഹോദര ബുദ്ധിയ നമ്മൾ സഹകരിക്കുക എന്നതാണ്. യോജിച്ച് അവരുടെ പ്രശ്നങ്ങളിൽ നമ്മൾ ഇടപെടുക ന്യായമായ എന്നാണെങ്കിൽ അതിന് ഈ വർഗീയതയോ മറ്റതുപോലെ രാഷ്ട്രീയമോ ഒന്നും ബാധകമാകാൻ പാടില്ല. രാഷ്ട്രീയ കക്ഷിയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയോ പിൻബലമോ ഈ ഐക്യത്തിന് പറ്റിയുണ്ടോ? അതിലൊന്നും ഗതികേടൊന്നും ഞങ്ങൾക്ക് അറിവില്ലേ. ഞങ്ങൾ ഈ ഒരു രാഷ്ട്രീയ നേതാക്കളെയും ആ തരത്തിൽ കാണുന്നുമില്ല. അത് ആണുങ്ങളുണ്ടായിരുന്നു പണ്ട് എല്ലാ പാർട്ടിയും. ഇത് പക്ഷേ ഇവിടെ ഈ വിഷയത്തിൽ ഒരു മാധ്യമം പറഞ്ഞു രമേശ് ചെന്നിത്തല എൻ്റെ രമേശ് ചെന്നിത്തല ഇവിടെ കയറിയിട്ട് അത്ര നാളായി. രമേശ് ചെന്നിത്തല ഒന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ലായിരുന്നു. അത് അവിടെ ഒന്നും ആവശ്യമില്ല. മലപ്പുറത്തെ കുറിച്ച് മുസ്ലിം വിരോധവും നിരന്തരമായി പറയുകയാണ് വെള്ളാപ്പള്ളി. അത്തരം പ്രസ്താവനകളോടും അദ്ദേഹത്തിന്റെ നിലപാടുകളോടും യോജിക്കാൻ അദ്ദേഹം പറഞ്ഞല്ലോ, സംഘടനകളോടാണ്. ചില സംഘടനകൾ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നതിനെ സംബന്ധിച്ചാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഈ ലീഗ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ആകുമോ, മുഴുവനാകും. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ലീഗിലുള്ള ആളുകൾ അങ്ങനെ ധരിക്കരുതെന്ന് എൻ്റെ അഭിപ്രായം. വെള്ളാപ്പള്ളിയുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് മുമ്പ് NSS യോഗം ചേരാൻ അങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ടാവും അല്ലില്ല, അത് തീരുമാനിച്ചില്ല. ഞാൻ ഇപ്പോൾ അത് ഇതിൻ്റെ അറിയട്ടെ. അദ്ദേഹം 21-ാം തീയതി ചേർന്ന് ഒരഭിപ്രായം പറയുകയോ അല്ലെങ്കിൽ ഇങ്ങനെ വേണമെന്ന് ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ അതിനു മുമ്പ് ആവശ്യപ്പെടുകയോ ചെയ്യട്ടെ. ചാനലിൽ കൂടെ ഉണ്ടായതല്ലേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് പണിവാദിക്കാൻ എത്തി നിൽക്കുമ്പോൾ ഇത്തരത്തിലൊരു ഐക്യ ആഹ്വാനമായിരുന്നു. അത് രാഷ്ട്രീയം കൊണ്ട് ആരെങ്കിലും തെറ്റിദ്ധരിച്ചാൽ കുറ്റം പറയാനാണ്. ഇല്ല, സമദൂരമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സമദൂരമാണ്. ഞങ്ങളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയോടും സമദൂരമാണ്. ഞങ്ങളൊരു പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കില്ല. പക്ഷെ അവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് ഞങ്ങളുടെ തീരുമാനം ചിലപ്പോൾ അവർക്ക് തിരിച്ചടിയാകുന്നു. ഞങ്ങളാരും ഒന്നിനും പോകത്തൊന്നുമില്ല. ഈ സതീശനെതിരെയാണ് ഇപ്പോൾ ഈ രണ്ട് വിഭാഗങ്ങൾ ഒരുമിക്കുന്നത്. ആ സതീശൻ വിഷയത്തിലാണ്. അതിലൊരു രാഷ്ട്രീയം പുറമേ നിൽക്കുന്നവർക്ക് കാണത്തില്ലേ? കാരണം സതീശൻ ഇത്തരത്തിൽ വർഗീയതകളോട് കൂട്ടുകൂടില്ല എന്നൊക്കെ പറഞ്ഞ് പുറത്ത് പ്രതികരണങ്ങൾ നടത്തുന്ന ഒരു ഘട്ടത്തിലാണ് NSS-ഉം SNDP നേതൃത്വവും ഒരുമിക്കാൻ സതീശനെതിരെ വിമർശനം. കോൺഗ്രസ്സുകാരെ നിശ്ചയിക്കേണ്ട കാര്യമാണ്. ഈ സതീശൻ എന്ന് പറയുന്ന ആളിനെ അഴിച്ചു വിട്ടിരിക്കുക കോൺഗ്രസ്. പറഞ്ഞു മനസ്സിലാക്കുക. അദ്ദേഹത്തിന് ഇത്തരം നയപരമായ കോൺഗ്രസിൻ്റെ നയപരമായ വിഷയങ്ങൾ അഭിമുഖീകരിക്കാൻ എന്ത് അവകാശമാണുള്ളത്? ഇവിടെ ഒരു കോൺഗ്രസ് പ്രസിഡന്റ് ഇല്ലേ? കോൺഗ്രസ് പ്രസിഡന്റ് ഉണ്ടല്ലോ. എല്ലാത്തിനും പുള്ളിക്കറി ആടിക്കയറി പറയാൻ ഒരു അധികാരപ്പെടുത്തിയിട്ടുണ്ടായി. എന്നാലും അത് ശരിയാണ്. ഈ പ്രസിഡന്റിനെ നോക്കുകൂത്തിയാക്കി വെച്ചുകൊണ്ട് എല്ലാത്തിനും കയറി അഭിപ്രായം. അദ്ദേഹമല്ല ഈ ശത്രുക്കളെ മുഴുവൻ ഉണ്ടാക്കുന്നത്.